ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ആലപ്പുഴ ചാപ്റ്ററിന്റെയും അമ്പലപ്പുഴ ടൗൺ റെസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ വാന നിരീക്ഷണവും ശാസ്ത്ര അവബോധ ക്ലാസും സംഘടിപ്പിച്ചു. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ പി.എൻ. തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ആലപ്പുഴ ചാപ്റ്ററിന്റെയും അമ്പലപ്പുഴ ടൗൺ റെസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ വാന നിരീക്ഷണവും ശാസ്ത്ര അവബോധ ക്ലാസും സംഘടിപ്പിച്ചു. വരുന്ന ഫെബ്രുവരി 8, 9, 10 തീയതികളിൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കാൻ പോകുന്ന അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ ഡോക്ടർ കെ ഹരിപ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ പി.എൻ. തങ്കച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബുധനുള്ളത് അപ്പോൾ ചന്ദ്രന്റെ കല നമുക്കറിയാം. ചന്ദ്രന്റെ കല ഉണ്ടാകുന്ന ചന്ദ്രൻ ഇങ്ങനെ പോലെ ശുക്രനും ഭൂമിയുടെയും സൂര്യന്റെയും ഇടയ്ക്കായതുകൊണ്ട് ശുക്രനും ഇങ്ങനെ ഈ സൈഡിൽ വരുമ്പോഴും ഈ സൈഡിൽ വരുമ്പോഴും ശുക്രന് കല കാണേണ്ടതാണ്. പക്ഷെ നേരിട്ട് നോക്കിയാൽ കാണാൻ പറ്റുമോ കല? ഇല്ല. നേരിട്ട് നോക്കിയാൽ കല കാണാൻ പറ്റത്തില്ല, ഫേസ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് പക്ഷേ ഗലീലിയോ നമ്മൾ ഇന്ന് ഈ ടെലിസ്കോപ്പിലൂടെ നോക്കി കാണുന്നത് പോലെ ഒരു ടെലിസ്കോപ്പിലൂടെ നോക്കി അത് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ ശുക്രന്റെ കല. അപ്പം പിന്നെ ആൾക്കാർക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും സ്വീകരിച്ച പ്രകാരം കൺമുന്നിൽ തെളിവ് കാണിച്ചു കൊടുത്തു. ഇപ്പം ഒരു 100 കിലോ ഭാരമുള്ളൊരു വസ്തുവും 1 കിലോ ഭാരമുള്ളൊരു വസ്തുവും ഒരു 100 കിലോ ഭാരമുള്ള 100 കിലോ കട്ടിയും 1 കിലോ ഉള്ളൊരു സാധനവും ആ കെട്ടിടത്തിന്റെ മുകളിൽ താഴെക്കിട്ട് ഏതാദ്യം വീഴുക? ഉത്തരമെന്താ? അരിസ്റ്റോട്ടിൽ, മഹാനായ അരിസ്റ്റോട്ടിൽ എന്ന് പറയണം. അദ്ദേഹം ധാരാളം മഹത്തായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ വസ്തുവും ഭാരം കൂടിയ വസ്തുവും ഭാരം കുറഞ്ഞ വസ്തുവും മഹാനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഭാരം കൂടിയത് വീഴും. സാമാന്യ ബുദ്ധിക്ക് തോന്നാം, അരിസ്റ്റോട്ടിൽ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല, അരിസ്റ്റോട്ടിൽ ചിന്തിച്ച് പറയുകയാണ്. പക്ഷേ ഗലീലിയോ ചെയ്തു നോക്കിയപ്പോൾ കണ്ടത് അത്ഭുതകരമായി ഈ രണ്ട് വസ്തു ഒരുപോലെ ഒരുപോലെ ഭൂമിയിലേക്ക് ഒരു ശബ്ദം കേൾക്കൂല. താഴെ ഈ പൊടിച്ചു നോക്കിയാൽ പക്ഷെ എണ്ണി നോക്കുക എന്ന പരിപാടി അന്നില്ല. മനനം ചെയ്ത് അഭിപ്രായം പറയുന്ന രീതിയാണ് പണ്ടുണ്ടായിരുന്നത്. തെറ്റുപറ്റാം, ശരിയാകാം. പക്ഷേ ഇന്ന് എങ്ങനെയാണോ? ഇന്ന് മനനം ചെയ്യും. പക്ഷേ നമ്മൾ ആ മനനം നമുക്ക് വസ്തുനിഷ്ഠമായ തെളിവുകളായി നമ്മുടെ മുന്നിൽ നമുക്കുണ്ടെങ്കിലേ നമുക്ക് ആധുനിക ശാസ്ത്രത്തിൽ ആ കാര്യം നിലനിൽക്കുകയുള്ളൂ. എത്ര വലിയ മനനം ചെയ്യുന്ന മഹാൻ പറഞ്ഞാലും എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും തെളിവില്ലെങ്കിൽ അത് നിലനിൽക്കത്തില്ല. അപ്പം നമുക്ക് ചെയ്തു നോക്കാന്ന് പറഞ്ഞ് ഗലീലിയോ എന്ന് പറയുന്ന മഹാനായ ആ ശാസ്ത്രജ്ഞൻ ദിശയിലെ ചെരിഞ്ഞ ഗോപുരത്തിന് മുകളിൽ കയറിയിരുന്ന 2 ഈയഗോളങ്ങൾ താഴെ കിട്ടുന്ന കഥ പറയുന്നത് നമുക്ക് വേണേൽ കഥ കെട്ടെടുക്കാൻ വേണമെങ്കിൽ അതിന്. പക്ഷെ അദ്ദേഹം ചെരിഞ്ഞ പ്രതലങ്ങളിൽ ധാരാളമായി പരീക്ഷണം ഇത് പൂർണ്ണമായും സമൂഹം ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ബ്രേക്ക് ത്രൂ സൊസൈറ്റിയുടെ പ്രവർത്തനം മാറട്ടെ എന്ന് നേരുന്നു. നന്ദി, നമസ്കാരം. പ്രമുഖ വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പറയാൻ എനിക്കിതിനെപ്പറ്റി പറയാനൊന്നും അറിയില്ല. എന്നാലും ഇതുപോലുള്ള ക്ലാസ് എവിടെ കണ്ടാലും വിളിച്ചില്ലിരിക്കുകയാണ് ഒരുപാട്, അല്ലേ? കഴിഞ്ഞ ദിവസം പറയുന്നില്ല, ചിരിച്ച് പണ്ടാറടങ്ങി തിരുവനന്തപുരത്തെ സംഭവം. ഇത് കാണുമ്പോൾ മൊത്തം കോമഡിയായിരുന്നു. സ്വന്തം അച്ഛനെ കൊണ്ട് കുഴിച്ചും കൂടി സമാധാനത്തോടെ എന്തോ. പക്ഷേ അന്ധവിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കറിയില്ല എന്താണെന്ന്. അതുകൊണ്ട് കഴിവത് ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ ഈ ഉൾപ്രദേശങ്ങൾ ഗ്രാമങ്ങളിൽ കൊണ്ടുവരണമെന്ന് എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും പലർക്കും അറിയാനുണ്ട്. അപ്പം അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഈ പരിപാടികൾ ഇവിടെ അല്ല, ഇത് ഇനിയും കൂടുതൽ അറിവ് കിട്ടാത്ത പല ആൾക്കാരുണ്ട്. എന്താണെന്ന് അറിയാം. അവരിപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും 2000, 3000 ചരടൊക്കെ കിട്ടുന്നവർക്ക് ഇപ്പോഴും ഉണ്ട്. പലയിടത്തും ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഈശ്വരൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഈശ്വരൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നിങ്ങളെ ഈ പരിപാടികൾ ഉൾപ്രദേശങ്ങളിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടൊപ്പം ഈ ഒരു പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ലഭിക്കുന്നു. നന്ദി, നമസ്കാരം. ആകാശവിസ്മയ കാഴ്ചകളെക്കുറിച്ചുള്ള വിശദീകരണവും നൽകി. അമ്പലപ്പുഴ റെസിഡൻസ് അസോസിയേഷന്റെ കോർഡിനേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സനൽകുമാർ, ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ, അമ്പലപ്പുഴ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ജി അനിൽകുമാർ, ചലച്ചിത്ര സീരിയൽ നടൻ കോബ്ര രാജേഷ്, ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TR രാജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ വാനനിരീക്ഷണവും സംഘടിപ്പിച്ചു. CDNet ന്യൂസ്, ഹരിപ്പാട്.